ഓരോ 5 വർഷത്തിലൊരിക്കലും നടപ്പിലാക്കി പോകുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി AICC നേതൃത്വം UDF ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ ഇനി പരസ്യ വിഴുപ്പലക്കൽ ഉണ്ടാകില്ലെന്ന് ഘടകകക്ഷികൾക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉറപ്പ് നൽകി. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെ പൂർത്തിയാക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. 2 ആഴ്ച മുൻപ് സംസ്ഥാന കോൺഗ്രസിലുണ്ടായിരുന്ന യുദ്ധാന്തരീക്ഷം ഇപ്പോഴില്ല. ഡൽഹി യോഗത്തിന് ശേഷം കോൺഗ്രസിൽ താൽക്കാലികമായി വെടിനിർത്തലുണ്ടായ ആശ്വാസത്തിലാണ് ഹൈക്കമാൻഡ് UDF ഘടകകക്ഷി നേതാക്കളെ കാണുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഓരോരുത്തരെയും പ്രത്യേകമായി കാണും. കൂടിക്കാഴ്ച തുടങ്ങിയത് CMB നേതാവ് CP ജോണിൽ നിന്ന്. സീറ്റ് വിഭജനം നേരത്തെയാക്കണമെന്ന് CP ജോൺ. ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഒരു വിശദാംശങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ധാരണ പറഞ്ഞു. അതിൻ്റെ അടിത്തറ വിപുലീകരിക്കണം, ആളുകളെ കൂടുതൽ ഉൾക്കൊള്ളുകൊണ്ട് പോകണം. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലെടുക്കുന്നതിൽ എതിർപ്പില്ലെന്നറിയിച്ച മാണി സി കാപ്പന് പക്ഷേ ഡിമാൻഡുണ്ട്. അവർ വന്നിട്ട് നമുക്ക് പാലാട് കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, അല്ല ഇനി വിട്ടുവീഴ്ച വേണോ? മുന്നണി വിപുലീകരണം ചർച്ചയായില്ലെന്ന് PJ ജോസഫ്. അതൊന്നും ചർച്ചയായില്ല. ജയിക്കുന്നതിന് ആവശ്യമില്ലെന്നാണല്ലോ ഫോർമുലേഷൻ തെളിഞ്ഞത്. കൂടിക്കാഴ്ചയിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന് ദീപാദാസ് മുൻഷി. We were just talking generally. It is nothing special, nothing follow up, nothing like that. അനൂപ് ജേക്കബുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ്, RSP തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ്. 24 തിരുവനന്തപുരം.